Hi dear students, this presentation is from the first module of the subject Sustainable Engineering. In this presentation, first we will discuss about the Millennium Development Goals. Okay, it is in short it is known as MDG. Okay, so Millennium Development Goals originated from the Millennium Declaration adopted by the General Assembly of the United Nations in September 2000. See, that's why this is known as Millennium Development Goals. 2000-ലാണ് ഇത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. 2000 യുണൈറ്റഡ് നാഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ വെച്ച് ഏകദേശം 180ഓളം റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം അറൌണ്ട് 180 കൺട്രീസ് മെറ്റ് അറ്റ് ദ മില്ലേനിയം സമ്മിറ്റ് ഇൻ ന്യൂയോർക്ക് ടു അഡോപ്റ്റ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ. ഈ ഒരു ന്യൂയോർക്കിൽ വെച്ച് നടന്ന എനിക്ക് തോന്നുന്നു കൃത്യമായിട്ട് 183 തോന്നുന്നു. 183ഓളം കൺട്രീസ് ഒപ്പുവെച്ച ഒരു കരാറിനാണ് എന്ത് പറയുന്നത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്നത്. സോ ദിസ് വാസ് എ വാസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ദി സസ്റ്റൈനബിലിറ്റി. അല്ലെങ്കിൽ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലായിടത്തും ഡെവലപ്മെൻറ്റ് എത്തിക്കണമെങ്കിൽ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റ് ഗോൾസ് ടു മീറ്റ് സം എയിം വി മസ്റ്റ് ഹാവ് സം ഗോൾസ് അല്ലേ. അപ്പോൾ സോ വി ആർ സെറ്റിംഗ് സം ഗോൾസ്. ദാറ്റ് ബേസിക് ഗോൾസ് ആർ സെറ്റ് അറ്റ് ദിസ് പർട്ടിക്കുലർ convention, that is General Assembly of the United Nations held at New York. Okay, in that convention in 2000, okay, that's why millennium 2000 എന്ന് പറയുന്ന ഒരു പുതിയ ഇതിൻ്റെ തുടക്കമാണ്. 2000 മില്ലേനിയം, അടുത്ത മില്ലേനിയത്തിൻ്റെ തുടക്കമാണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾ. ഓക്കെ, സോ എ ന്യൂ ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു റെഡ്യൂസ് എക്സ്ട്രീം പോവർട്ടി ആൻഡ് സെറ്റിംഗ് ഔട്ട് എ സീരീസ് ഓഫ് ടൈം ബൗണ്ട് ടാർഗറ്റ്സ് വിത്ത് എ ഡെഡ് ലൈൻ ഓഫ് 2015 നോൺ ആസ് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ്. ആക്ച്വലി മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് ഒരു എല്ലാ രാജ്യങ്ങളും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട്, കാരണം നമുക്കറിയാം ഏതെങ്കിലും 1-2 രാജ്യങ്ങൾ ഇൻഡിവിജ്വലായി ശ്രമിച്ചാലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് അല്ല സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു കോൺസെൻട്രേറ്റ് ബേസിക്കലി ഓൺ ദി ഫണ്ടമെൻ്റൽ തിങ്സ് ഓർ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ പോവർട്ടി, എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, എവറിത്തിങ് ഈസ് ടു ബി അഡ്രസ്ഡ്. അതിലൊക്കെ ഒരു മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സസ്റ്റൈനബിലിറ്റിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. സോ ആസ് എ സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പ് വി ഹാവ് ടു അച്ചീവ് development in the basic concepts. So actually in this convention, that is General Assembly of United Nations at New York, what they did is they have prepared some development goals and they have set a particular time limit to achieve that goal also. So these basic goals, around 8 goals are there. These 8 goals are commonly known as Millennium Development Goals, and it is agreed by all the participants of that General Assembly of the United Nations. I think 183 participants were there. So all has agreed to work for this same thing, and within 2050, that was the deadline, they will be trying to achieve all these goals. At least to 80% or 90% they will try to achieve it. Okay, anyway, in the next slide we will be discussing what are all these Millennium Development Goals in short. Okay, the Millennium Development Goals have helped in bringing out much needed focus and pressure on the basic development issues. That is the important thing regarding Millennium Development Goals. It has helped in bringing out a much needed focus on the pressure on basic development issues. That was the main problem. So in order to have a sustainable development, we had to stick on to the basic development issues, which in turn led the government at national and subnational levels to do better planning and implement more intensive policies and programs. അപ്പോൾ നമുക്ക് ഈ ബേസിക് ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതൊന്നുകിൽ രാജ്യാന്തര തലങ്ങളിൽ അല്ലെങ്കിൽ രാജ്യത്തിൽ തന്നെ വിത്തിൻ ദ നാഷൻ, അല്ലെങ്കിൽ അതിൽ സബായിട്ട് വരുവാണെങ്കിൽ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഈവൻ ലോക്കൽ ബോഡീസ് അല്ലെ പഞ്ചായത്ത് പോലുള്ള ബോഡികളിലൊക്കെ എന്ത് വേണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് അവിടെ അങ്ങനെ ഈവൻ മൈന്യൂട്ടായിട്ടുള്ള തലങ്ങളിൽ പോലും ഈ ബേസിക് ആയിട്ടുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യണം. ഇപ്പം പോവർട്ടി ഒരു എക്സാമ്പിളായിട്ട് എടുക്കുക, എവിടെയാണോ പോവർട്ടിൻ്റെ ഇഷ്യൂസ് ഉള്ളത് അവിടെ പോവർട്ടീസിന് ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ within 2015 we must be able to address all these basic development issues. That was the aim of Millennium Development Goals. Now in the next slide we will be discussing what are that 8 important goals set by the United Nations Assembly, the Millennium Development Goals. The first goal of the Millennium Development Goal, among the Millennium Development Goal, was eradicate extreme poverty and hunger. That was the priority. Eradicate extreme poverty and hunger. That was the main importance given by the United Nations towards the sustainable. Once we will be able to eradicate extreme poverty, then only we can at least talk about the sustainability. Otherwise we can't. That was the main problem. So first thing we have to do is eradicate extreme poverty and hunger. All countries must identify if any poverty issues are there in their countries, then they have to work for it. Other countries also will be helping such countries
to overcome from these issues. Okay, achieve universal primary education, that is second goal among the Millennium Development Goals, that is achieve universal primary education. I think by this time at least in India we have almost achieved universal primary education. എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെന്നതിൽ ഉറപ്പുവരുത്തുക. സോ ദാറ്റ് ഐ തിങ്ക് എല്ലാ സ്റ്റേറ്റ്സിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇപ്പം ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ റേറ്റ് എന്താണ് വളരെ കുറവാണ് കമ്പയർഡ് ടു ദി ഏർലിയർ ഡിക്കേഡ്സ്. ഇറ്റ് ഈസ് വെരി ലെസ് നൗ. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് വന്ന് അതിൻ്റെ പ്ലാനിങ്ങിൻ്റെയും അതിൻ്റെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെയും ഭാഗമായിട്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. The third goal of the Millennium Development Goal is promote gender equality and empower women. നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ടാണ് 2000-ന് ശേഷമാണ് എംപവർ വുമൺ എന്നുള്ള കൺസെപ്റ്റൊക്കെ വന്നിട്ടില്ല, ഏറ്റവും കൂടുതൽ കേട്ട് തുടങ്ങുന്നത് പോലും. സോ ഓൾ ദീസ് ആർ ബിക്കോസ് ഓഫ് these goals set by the United Nations. Okay, lot of promotional works are going behind this one. We know that once we will achieve the gender equality, then only we can move strongly forward. Okay, the next goal is reduce child mortality. ഇത് പണ്ടൊക്കെ എന്താണ് ശിശുമരണം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഒരു റീസൺ എന്ന് പറയുന്നത് ജെൻഡർ ബേസ് ചെയ്തിട്ട്, അതായത് പെൺകുട്ടികളാണെങ്കിൽ കൊന്നു കളയുന്ന ഒരു സിറ്റുവേഷൻസ് വരെ ഉണ്ടായിരുന്നു കുറേ മുന്നേ. അതൊക്കെ ഇപ്പം ഒരുപാട് ബോധവൽക്കരണത്തിലൂടെയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ് സ്ട്രോങ് ഇംപ്ലിമെൻറ്റേഷനാണ്. ഈ ഗോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നു, കുറ്റകരമാണത്, വലിയ ശിക്ഷ കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിലായപ്പോൾ അതൊക്കെ കുറക്കാൻ പറ്റി. പണ്ട് അതിനൊന്നും വലിയ ശിക്ഷകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഒരുപാട് കുറക്കാൻ പറ്റും. അതൊക്കെ ഇതിൻ്റെ എന്താണ് ആക്ച്വലി 2015 ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഗോൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറക്കാൻ പറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇംപ്രൂവ് maternal health. Actually it is MATERNAL, maternal health, not maternal, it is maternal. Improve maternal health. Maternal health means മാതാവായിരിക്കുമ്പോഴുള്ള അല്ലെങ്കിൽ ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുന്ന ഗർഭസ്ഥാവസ്ഥയിലുള്ള അവരുടെ ഹെൽത്തിന് വേണ്ടത് മാക്സിമം ഹെൽത്ത് കിട്ടത്തക്ക രീതിയിൽ പ്രോട്ടീൻസും കാര്യങ്ങളും അങ്ങനെയുള്ള എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഗോളായിട്ട്, 5th ഗോളായിട്ട്. കാരണം ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും അതിനനുസരിച്ചിലൊന്നും ശരീരത്തിലേക്ക് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് കുട്ടീൻ്റെ ഹെൽത്തിനെയും കൂടിയാണ് ബാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഇന്ത്യയിൽ കുറവാണെങ്കിലും മറ്റ് പല ഫോറിൻ കൺട്രീസിലും, ഫോർ എക്സാമ്പിൾ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഒരുപാട് അതിൻ്റെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്, ന്യൂട്രീഷൻ ഇഷ്യൂസ്. അപ്പോൾ പ്രോപ്പർ ന്യൂട്രീഷൻസ് കിട്ടുക എന്നുള്ളത് ഒരു റൈറ്റ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഗവൺമെൻറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് തലങ്ങൾ, കേരളത്തിലൊക്കെ എടുക്കുകയാണെങ്കിൽ പഞ്ചായത്ത് തലങ്ങളിൽ തന്നെ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ന്യൂട്രീഷൻസൊക്കെ കൃത്യമായിട്ട് എത്തിക്കാനും ചെക്കപ്പും കാര്യങ്ങളൊക്കെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ ത്രൂ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, all this came all because of this one, Millennium Development. We had to thank for it. Okay, next one is combat HIV/AIDS, malaria and other diseases. ഡെഡ്ലി ആയിട്ടുള്ള കുറേ ഡിസീസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു 1990s HIV ഒക്കെ ആദ്യമായിട്ട് കേട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഭീതിയായിട്ട് നിൽക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗോളായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ലോട്ട് ഓഫ് വർക്ക് ഹാസ് ബീൻ ഡൺ. മെയിനായിട്ടും ബോധവൽക്കരണം തന്നെ, ഏറ്റവും കൂടുതൽ വേണ്ടത് ബോധവൽക്കരണമാണ്. അത് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ ഭാഗം അതിനിപ്പം കൺട്രോൾഡ് ആണ്. നമ്മൾ പണ്ടുള്ളത്ര ഭീകരാവസ്ഥയിൽ ഇപ്പോൾ ഇല്ല. അതൊക്കെ ഇതിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് എൻഷുർ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി. ദറ്റ് ഈസ് ഓഫ് കോഴ്സ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി വി മസ്റ്റ് ഹാവ് ടു എൻഷുർ. മാക്സിമം പൊല്യൂഷൻസ് ഒക്കെ കുറക്കുക, അങ്ങനെയുള്ളതാണ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി വരുന്നത്. എൻവയോൺമെൻറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ മാക്സിമം കുറക്കുക. അപ്പോൾ അത് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരുപാട് റൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. Next and final goal of Millennium Development Goal is develop a global partnership for development. This is very important. See, all the countries are not same as far as economy is concerned. Some are developed countries, some are struggling, some are underdeveloped, like that. So the developed countries must help others to improve their condition, or in order to have a sustainability, they must help the poor countries. So there should be a global partnership for the development. ഈ ആക്ച്വലി ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടായി എന്നുള്ളതാണ് ഈ ഒരു യുണൈറ്റഡ് നാഷൻ്റെ ന്യൂയോർക്ക് കൺവെൻഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകത. 183, ദാറ്റ് വാസ് എ റെക്കോർഡ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓൾ ദ കൺട്രീസ് എഗ്രീഡ് ടു ഫോളോ ഓൾ ദീസ് റൂൾസ്. ഓക്കെ, എല്ലാവരും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സക്സസ്. മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് ഓഫ് കോഴ്സ് സം എന്താ പറയുക, ഇത് പ്രാബല്യത്തിൽ വന്നു എന്നുള്ള മെഷർ ചെയ്യാൻ വേണ്ടി ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പോവർട്ടി മെഷർ ചെയ്യാൻ വേണ്ടി ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, പ്രൈമറി എഡ്യൂക്കേഷൻ എല്ലാവരും കൊണ്ടുപോകുന്ന ഇൻഡിക്കേറ്റേഴ്സ്. സോ എവറിത്തിങ് ഈസ് മെഷേർഡ് ആൾസോ
Based on that, I think most of these goals set by the Millennium Development Goals are met by 2015 itself. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ദിസ് ഇസ് സെക്കൻഡ് പോർഷൻ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഈസ് ആക്ച്വലി എ കണ്ടിന്യൂഷൻ ഓഫ് ദി Millennium Development Goal. Millennium Development Goal, the target date was around 2015. By that date, all the countries has to achieve that 8 goals set in the Millennium Development Goals. So, and almost it is achieved. So, as a continuation in 2015, അവരെന്ത് ചെയ്തു, അതിനെപ്പറ്റി അവലോകനമൊക്കെ നടത്തിയിട്ട് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്ട് അതിന് കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുവന്നു. ഒരുപാട് ഈ 8 ഗോൾസിന് പകരം ഒരു 17 കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഗോൾസ് സെറ്റ് ചെയ്തു. അതിനെയാണ് എന്ത് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. അത് നടന്നിരിക്കുന്നത് 2015 സെപ്റ്റംബർ 25 ഓൺ 2015 സെപ്റ്റംബർ 25, 193 heads of state at the United Nations General Assembly set up a collection of 17 goals known as the Sustainable Development Goals, shortly SDG, or simply it is also known as Global Goals. It is a blueprint to achieve a better and more sustainable future to all. Actually, this is known as the blueprint to achieve sustainable development, sustainable for future, sustainability for future. Okay, that is a blueprint prepared. Actually, it includes 17 major goals, and as a subcategory, each goal is having some subcategories also. So all together it will be coming around 169 targets it is coming. So each goal is having some targets also, around 7 or 8 goals. Each goal is having goal has to achieve some target also, around 7 or 8 targets also will be there set for each goal. That means 17 into around 8, something like that. 169 targets are set by the conference held on 2015. ഓക്കെ, യുണൈറ്റഡ് നാഷൻ്റെ ആ കോൺഫറൻസ് 2015 കോൺഫറൻസിൽ എന്ത് ചെയ്തു, ഒരു 17 ഗോളും അതിൻ്റെ താഴെ അതിന് ടാർഗറ്റ്സും അത് അച്ചീവ് ചെയ്യണം. ഗോൾ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്തു നമുക്ക് എൻഷുർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് ടാർഗറ്റ് സെറ്റ് ചെയ്യും. ചിലതിന് എന്തുണ്ടാവും, ഇന്ന ഡേറ്റിനുള്ളിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും, ചിലതിന് ചിലപ്പോൾ ഡേറ്റ് ഇല്ലാത്തതായിരിക്കും, കാരണം എപ്പോഴും അത് ഫോളോ ചെയ്ത് പോകേണ്ടതായിരിക്കും. ആ രീതിയിൽ ഒരുപാട് സബ് ടാർഗറ്റ്സും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി 169 ടാർഗറ്റ്സ് ഉണ്ട്. 17 goals are broad and independent, and each of has list of targets which are measured with indicators. ഇപ്പോൾ ഓരോ ഗോളിനും സെറ്റ് ചെയ്യുന്ന ടാർഗറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി എന്തും കൂടെ പറഞ്ഞിട്ടുണ്ടാകും, ഇൻഡിക്കേറ്റേഴ്സും പറഞ്ഞിട്ടുണ്ടാകും. ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആൻഡ് ദർ 169 ടാർഗറ്റ്സ് ഫോം ദ കോർ ഓഫ് റിസൊല്യൂഷൻ 70/1 ഓഫ് ദി യുണൈറ്റഡ് നാഷൻസ്. ഈ റിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി യുണൈറ്റഡ് നാഷൻ കോൺഫറൻസിലുള്ളൊരു വോട്ടിംഗ് ആണ് റിസൊല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് പകുതി ആൾക്കാർ എഗ്രി ചെയ്യുക എന്നുള്ളത്, അതിലൊരാൾ കൂടുതൽ, പകുതിയിൽ ഒരാൾ കൂടുതൽ എഗ്രി ചെയ്താൽ അത് നമുക്ക് നടപ്പിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് നടപ്പിലാക്കണം. അതാണ് അവിടുത്തെ കോമൺ റൂൾ. ഇമ്പോർട്ടൻ്റ് അല്ല. നേരെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ 2/3 മെജോറിറ്റി വേണമെന്നാണ് റിസൊല്യൂഷൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ റിസൊല്യൂഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് നാഷൻസ് ആണ്. അപ്പോൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് 169 ടാർഗറ്റ്സും അഗ്രീഡായി. വിച്ച് ഇസ് ദ ബ്രേക്ക് ത്രൂ എഗ്രിമെൻറ്റ് കോൾഡ് അജണ്ട 2030. ഈ എഗ്രിമെൻറ്റിനാണ് അജണ്ട 2030 എന്ന് പറയുന്നത്. അതായത് 2030, നേരത്തെ നമ്മൾ 2015 മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ആണെന്ന് സെറ്റ് ചെയ്ത പോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ കുറേ കാര്യങ്ങൾക്ക് ഡേറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബൈ 2030 ആണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് അജണ്ട 2030. അജണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴുള്ള കാര്യമാണ് അജണ്ട എന്ന് പറയുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതേപോലെ ഈ 2030 ആകുമ്പോഴേക്ക് ഈ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ആ ഓരോ ഗോളിനും ടാർഗറ്റ്സ് ഉണ്ട്, അതിന് മെഷർ ചെയ്യാൻ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ദ ഗോൾസ് ആർ ടു ബി അച്ചീവ്ഡ് ബൈ ഓൾ മെമ്പർ സ്റ്റേറ്റ്സ് ബൈ ദ ഇയർ 2030. ദാറ്റ് ഈസ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. നമ്മൾ എന്തൊക്കെയാണെന്നുള്ളത് വരുന്ന സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യും. ദേ ആർ എ യൂണിവേഴ്സൽ കോൾ ടു ആക്ഷൻ ടു എൻഡ് പോവർട്ടി, പ്രൊട്ടക്ട് ദ പ്ലാനറ്റ് ആൻഡ് എൻഷുർ ഓൾ പീപ്പിൾ എൻജോയ് പീസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഓക്കെ, ആക്ച്വലി ഇതാണ് അതിൻ്റെ മെയിൻ ഉദ്ദേശം. പോവർട്ടി ഇല്ലാണ്ടാക്കുക, ഭൂമിയെ സംരക്ഷിക്കുക, എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക. ദ ഗോൾസ് ആർ ബ്രോഡ്, ഇൻ്റർഡിപെൻഡൻറ്റ് ആൻഡ് കവർ സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് മേക്കിംഗ് ദം വർക്ക് ഈസ് എവരി വൺസ് റെസ്പോൺസിബിലിറ്റി. ഈ എല്ലാ നമ്മൾ പറഞ്ഞു ടോട്ടൽ സസ്റ്റൈനബിലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം, സോഷ്യൽ സസ്റ്റൈനബിലിറ്റി വേണം, എക്കണോമിക് സസ്റ്റൈനബിലിറ്റി വേണം, എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി വേണം. അപ്പോൾ ഈ 17 ഗോൾസും ഇൻഡിപെൻഡൻ്റ് ആണ്. ഓരോന്നും പല രീതിയിലുള്ളത്. ചിലത് സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും, ചിലത് എക്കണോമിക് ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നത്, ചിലത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഇതൊക്കെ പ്രാബല്യത്തിൽ വരുത്തുക എന്നുള്ളത് എന്താണ്, ആക്ച്വലി ഇറ്റ് ഇസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ ഓഫ് us, എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് ദാറ്റ് 17 goals ആർ ഡിസ്കസ്ഡ് ഹിയർ. ഫസ്റ്റ് വൺ ഈസ് there is no meaning of explaining all these things. Anyway, you have to by heart all these things.
17 points at least you must be able to reproduce in the exam hall. So please go through this one. Anyway, I will read for your convenience. End poverty in all its form everywhere. Second one is end hunger, achieve food security and improve nutrition and promote sustainable agriculture. Third one is ensure healthy lives and promote well-being for all at all ages. Ensure inclusive and quality education for all and promote lifelong learning. Fifth one is achieve gender equality and empower all women and girls. Sixth one, ensure access to water and sanitation for all. Seventh one, ensure access to affordable, reliable, sustainable and modern energy for all. Eighth one, promote inclusive and sustainable economic growth, employment and decent work for all. Ninth one, build resilient in future structure, promote sustainable industrialization and foster innovation. 10th one, reduce inequality within and among the countries. 11th one, make cities inclusive, safe, resilient and sustainable. 12th one, ensure sustainable consumption and production pattern. 13th one, take urgent action to combat climate change and its impacts. 14th one, conserve and sustainably use the oceans, seas and marine resources. 15th, sustainably manage forests, combat desertification, halt and reverse land degradation, halt biodiversity loss. Okay. 16th, promote just, peaceful and inclusive societies. 17th, revitalize the global partnership for sustainable development. These are the 17 goals. These are the important goals or main goals, we can say. Each goal is having some targets, so 8 or 9 targets are there in coming under each main category goals. So totally it is around 160 something targets are there to be achieved, and to measure all these targets we are having some measuring index also. So all these are to be discussed, but I think as far as our syllabus is concerned, we had discussed what is sustainable development goals, and at to the maximum for 10 marks they can ask for what are all these 17 goals. So please go through these goals. Anyway, I will be sharing the slide so that you can study well. I am not telling you to reproduce all these things as such, but at least remember what is the main point, and at least in a single word or in 1 or 2 words you can express all these points. That's enough. No need to follow all these sentences and all. Okay. So some pictures are also nice pictures representing all these things are also available in the site and all. You can go through the site, just type in Google what is sustainable development, then you will get some pictures. Through pictures you can study all these things, that will be interesting, but here I am not showing all these things. Anyway, study it well. Now the last concept in the first module is clean development mechanism. Okay, so name also itself it is indicating some development based on development in order to have a clean atmosphere, we can say, പൊല്യൂഷൻ ഇല്ലാത്ത ആ രീതിയിലുള്ള ഒരു കൺസെപ്റ്റിനാണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. എന്താണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്ന് ആക്ച്വലി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, ലോകത്തിൽ രാജ്യങ്ങളിൽ നിന്നിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്, വളരെ എന്താ പറയുക പൂറായിട്ടുള്ള അല്ലെങ്കിൽ അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ട്, ഡെവലപ്പിംഗ് കൺട്രീസും ഉണ്ട്. അപ്പോൾ ഈ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഉണ്ടാക്കുന്ന പൊല്യൂഷൻ മച്ച് ഹയർ ആണ്. ഞാനത് മുന്നേ ഡിസ്കസ് ചെയ്തു. പക്ഷേ നേരെ മറിച്ച് ഡെവലപ്പിംഗ് അല്ലെങ്കിൽ പൂറായിട്ടുള്ള കൺട്രീസിൽ അധികം പൊല്യൂഷൻ ഇഷ്യൂസ് വരുന്നില്ല. പക്ഷേ യൂണിവേഴ്സ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിന് എന്താ, ഇറ്റ് ഈസ് കോമൺ ടു ഓൾ ദ കൺട്രീസ്. അതിൽ ഡെവലപ്ഡ് കൺട്രീസിന് സെപ്പറേറ്റ് അറ്റ്മോസ്ഫിയർ, ഡെവലപ്പിംഗ് കൺട്രീസ് സെപ്പറേറ്റ് അറ്റ്മോസ്ഫിയർ, അങ്ങനെയില്ല. വട്ട് എവർ പൊല്യൂഷൻ ഈസ് ക്രിയേറ്റഡ് ഈസ് എഫക്റ്റഡ് ബൈ ഓൾ, അല്ലേ, എല്ലാവരെയും അത് ബാധിക്കും. സോ ദർ ഷുഡ് ബി സം കൺട്രോൾ ഓവർ ദി പൊല്യൂഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിസമാണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. The Clean Development Mechanism, shortly CDM, is one of the flexible mechanisms defined in the Kyoto Protocol. ഈ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ക്യോട്ടോ കോൺഫറൻസ് ഉണ്ട്, അതിൽ കൊണ്ടുവന്നിരിക്കുന്ന കൺസെപ്റ്റാണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. അപ്പോൾ ആ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ആണ് ഇതിനെപ്പറ്റി ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ദിസ് അലൗസ് എ കൺട്രി വിത്ത് ആൻ എമിഷൻ റിഡക്ഷൻ ഓർ എമിഷൻ ലിമിറ്റേഷൻ കമ്മിറ്റ്മെൻറ്റ് ടു ഇംപ്ലിമെൻറ്റ് ആൻ എമിഷൻ റിഡക്ഷൻ പ്രോജക്റ്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസും ഡെവലപ്പിംഗ് കൺട്രീസും അല്ലെങ്കിൽ അൺഡെവലപ്ഡ് കൺട്രീസ്, അപ്പോൾ അങ്ങനെയുള്ള കൺട്രീസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് എന്ത് പറയുന്നത് ആക്ച്വലി ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. നമുക്കറിയാം ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ബാക്കിയുള്ളവരെയും കൂടി എഫക്റ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് ആ പൊല്യൂഷൻ, ഇപ്പോഴുള്ള പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം അവർ ഇൻഡസ്ട്രിയലി അത്രയും ഡെവലപ്ഡ് ആയി ഇനി ആ ഇൻഡസ്ട്രീസൊക്കെ ഇല്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. സോ വാട്ട് ദേ ക്യാൻ ഡു ഈസ്, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിളാണ്, കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി പറയുന്നതാണ്. ഇപ്പോൾ നമ്മളെ കയ്യിൽ
നമ്മൾ ഇപ്പം യു എസ് എ ആണെന്ന് വിചാരിക്കും. US 1000 പൊല്യൂഷൻ, ഒരു ന്യൂമറിക്കൽ വേർഡിൽ പറയാൻ പറ്റതാണെങ്കിൽ 1000 പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ നോർമലി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യത്തിനുള്ളത് 300 ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 500 ആണെന്ന് വിചാരിക്കുക. 500 സെറ്റ് ചെയ്യുന്നതായിരിക്കും. USA പക്ഷേ 500 അധികം പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു അൺഡെവലപ്ഡ് ആയിട്ട് രാജ്യം 200 പൊല്യൂഷൻ ഉണ്ടാക്കുന്നുള്ളൂ എങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ 300 പൊല്യൂഷൻ ബാക്കിയുണ്ട് ഈ ഡെവലപ്ഡ് അല്ലാത്ത കൺട്രിയിൽ എടുക്കുക. അപ്പോൾ USA എന്ത് ചെയ്യാം, ആ 300 അവർക്കത് വാങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യാം, ആ 300 കൂട്ടുമ്പോൾ USA എത്രയാണ്, അവർക്ക് പെർമിറ്റ് ചെയ്തില്ല 500 + 300 800, അപ്പോഴും 200 പിന്നെയും കിടക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ അതിന് കോമ്പൻസേറ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് എന്ത് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. അപ്പോൾ അതിന് ആ രീതിയിൽ പറയുന്നതിന് പകരം ആക്ച്വലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ എന്ത് ചെയ്യുക, ഈ പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡെവലപ്ഡ് കൺട്രീസ് they are implementing pollution control methods or strategies over the developing or undeveloped countries. അപ്പോൾ അതിനുള്ള ബെനിഫിറ്റ് ആയിരിക്കും കിട്ടും ഈ ഡെവലപ്ഡ് കൺട്രീസിന്. എത്രത്തോളം പൊല്യൂഷൻ കുറക്കുന്ന കാര്യങ്ങളും ഈ ഡെവലപ്പിംഗ് അല്ലാത്ത കൺട്രീസിൽ ഈ ഡെവലപ്ഡ് കൺട്രീസിന് ചെയ്യാൻ പറ്റുമോ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടും ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിന് കിട്ടും. അതിന് പറയുന്ന പേരാണ് കാർബൺ ട്രേഡ്. ആക്ച്വലി പൊല്യൂഷൻ ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ടൺ ഓഫ് CO2 എമിറ്റഡ് ടു ദ അറ്റ്മോസ്ഫിയർ. ഏത് പൊല്യൂഷൻ ആയിക്കോട്ടെ അതൊക്കെ ഈക്വലൻ്റ് ടു ടൺ ഓഫ് CO2ലാണ് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ ഒരു ടൺ ഓഫ് CO2 കുറക്കാനുള്ള പ്രൊജക്റ്റ് ഈ ഡെവലപ്ഡ് കൺട്രീസ് വേറെ ഏതെങ്കിലും അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ഈക്വലൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടും ഈ ഡെവലപ്ഡ് കൺട്രീസിന് കിട്ടും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ അടുക്ക അവർ പൊല്യൂഷൻ കുറക്കുന്നതിന് പകരം വേറെ സ്ഥലങ്ങളിൽ, കാരണം ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് പൊല്യൂഷൻ കുറക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഓൾറെഡി അവർ ഇൻഡസ്ട്രിയിൽ അത്രയും ഡെവലപ്ഡ് ആയി, ഇനി അതൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവരെടുക്കുന്ന ഉള്ള പൊല്യൂഷൻ കുറക്കുന്നതിന് പകരം അവർ ഡെവലപ്ഡ് ആയിട്ടില്ലാത്ത അല്ലെങ്കിൽ അൺഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ പൊല്യൂഷൻ കുറക്കാൻ, കാരണം അവരിപ്പം ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ അവരെന്ത് ചെയ്യുക, പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റ്സ് ഏൺ ചെയ്യുക. ആക്ച്വലി ഇറ്റ് ഈസ് നോൺ ആസ് കാർബൺ ക്രെഡിറ്റ്. കാരണം ഇൻ ടേംസ് ഓഫ് കാർബൺ ആയതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് കാർബൺ ക്രെഡിറ്റ് എന്ന് പറയും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അത് ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ആക്ച്വലി ഇറ്റ് ഈസ് പോസിബിൾ ടു ട്രേഡ്, അല്ല നമുക്ക് വിൽക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അതിനെ കൊണ്ടില്ലാട്ടെ അത്രയും പൊല്യൂഷൻ അവർക്ക് ചാർജ് ചെയ്യില്ല. ഇപ്പം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അതിൽ കൂടുതൽ ഉണ്ടാക്കി അതിന് ചാർജ് ചെയ്യുന്നതിന് പകരം അവർ വേറെ ഇടത്തുള്ള കാർബൺ ക്രെഡിറ്റ് അവർക്ക് ഉണ്ടെങ്കിൽ എത്രയാണോ അതിലുള്ള ക്രെഡിറ്റ് അത്രയും ക്രെഡിറ്റിനുള്ളത് അവർക്ക് ഫൈൻ അടക്കേണ്ടി വരില്ല. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, the clean development mechanism is one of the flexible mechanisms defined in the Kyoto Protocol. This allows a country with an emission reduction or emission limitation commitment to implement an emission reduction project in developing countries. See, the project is actually implemented in the developing countries and it is done by the developed countries. Such projects can earn saleable certified emission reduction (CER) credit. Saleable certified emission reduction credits (CER) credits. It is simply, or carbon credits. Simply it is known as carbon credits. Each equivalent to 1 ton of CO2, which may be traded in emission trading scheme. ഇപ്പോൾ ഈ എമിഷൻ ട്രേഡ് സ്കീമിൽ നമുക്ക് എന്ത് ചെയ്യും, അത് സെയിൽ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ 800 ഒരു ലിമിറ്റ് വെച്ചതെന്ന് വെച്ചാൽ പൊല്യൂഷൻ, പക്ഷേ ആക്ച്വലി അമേരിക്ക 1000 പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നിരിക്കും. അപ്പോൾ ആ 200 അവർ പെനാൽറ്റി കൊടുക്കണം. അപ്പോൾ ആ പെനാൽറ്റിക്ക് വരെ എന്ത് ചെയ്യാം, 200 ടൺ ഓഫ് കാർബൺ ഇക്വലൻ്റ് ആയിട്ടുള്ള എമിഷൻ റിഡക്ഷൻ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ അവർ നടപ്പിലാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ 200 പെനാൽറ്റി അവർക്ക് ഒഴിവാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്നത്. It is the first global environmental investment and credit scheme of its kind, providing a standardized emission offset instrument CRS വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതായത് കാർബൺ ക്രെഡിറ്റ് വെച്ച് എ CDM project activity might involve, for example, a rural electrification project using solar panels or the installation of more energy efficient boilers, etc. അപ്പോൾ എങ്ങനെയാണ് ഈ ക്രെഡിറ്റ് ഡെവലപ്ഡ് കൺട്രീസിന് കിട്ടുന്നത്? ഇങ്ങനെയുള്ള വർക്കുകളിലൂടെ, അതായത് ഒന്നുകിൽ എന്തായിരിക്കണം, ഇലക്ട്രിഫിക്കേഷൻ പ്രോജക്റ്റ് യൂസിങ് സോളാർ പാനൽസ്, അല്ലെങ്കിൽ എന്താണ് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോയിലേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അതിന്, അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം
സോളാർ പാനൽ കൊണ്ടുവച്ചിട്ടുള്ള ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് എന്തായി സ്വാഭാവികമായിട്ട് അത്രയും കറണ്ട് നമുക്ക് ലാഭിക്കാൻ പറ്റി. സോളാർ ഡയറക്റ്റ് കിട്ടുന്നതാണല്ലോ. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തെർമൽ പവർ പ്ലാന്റ് വെച്ചിട്ടാണ് ആ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ ആ അത്രയും യൂണിറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോൾ കത്തിക്കേണ്ടി വന്നു നോക്കും. കോൾ മീൻസ് കൽക്കരി. അപ്പോൾ ആ കൽക്കരി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ എത്രയാണെന്ന്, കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണെന്ന് നോക്കും. അപ്പോൾ അത്രയും ഇക്വലൻ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, കത്തിച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്ത് വെക്കുമ്പോൾ സോളാർ പാനൽ വെച്ചപ്പോൾ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? ഈ അണ്ടർ ഡെവലപ്ഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പുവർ കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യുന്ന അവിടെ പ്രൊജക്റ്റ് കൊണ്ടുവരുന്ന ആരാണ്? ഈ ഡെവലപ്ഡ് കൺട്രീസ്. അപ്പോൾ അതുവഴി എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന CO2 ഇക്വലൻ്റ് എത്രയാണോ അത്രയും ഇക്വലൻ്റ് അവർക്ക് അവരുടെ രാജ്യത്ത് പൊല്യൂഷൻ ആയിട്ട് ചെയ്താലും അതിന് ഫൈൻ വരില്ല. അതാണ് അതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. The mechanism stimulates sustainable development and emission reductions while giving industrialized countries some flexibility in how they meet their emission reduction or limitation targets. See, actually industrialized countries are getting some flexibility. So actually industrialized countries are not reducing their emissions, but what they are doing is equivalent to how much they are extra producing. Correspondingly, they are doing some reduction in the underdeveloping countries. That is what is actually happening. The purpose of the CDM is to promote the clean development in developing countries. This is the main purpose of the CDM. That is to promote clean development in the developing countries. Actually, it is intended to promote in the developing countries. So, it is done by developed countries. The economic base for including developing countries in efforts to reduce emission is that emission cuts are thought to be less expensive in developing countries than developed countries. ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞു. അതായത് എമിഷൻ കുറക്കുക എന്നുള്ളതിന് ചിലവില്ലാത്ത കാര്യമാണ്. ഇപ്പം ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ എമിഷൻ കുറക്കുന്നതിനെക്കാട്ടിയും ചീപ്പായിട്ടുള്ളതാണ് ഡെവലപ്പിംഗ് കൺട്രീസിൽ എമിഷൻസ് കുറക്കാനുള്ള മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പിംഗ് കൺട്രീസിൽ എമിഷൻ കുറക്കാനുള്ള മെത്തേഡ്സ് ചെയ്യുന്നത്. അതിന് ഇക്വലൻ്റ് ആയിട്ട് കാർബൺ ക്രെഡിറ്റ് അവർക്ക് കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്ട്രാ പൊല്യൂഷൻ ഇവർ ചെയ്യുന്നതിന് എന്തുണ്ടാവില്ല, പെനാൽറ്റി ഉണ്ടാവില്ല. The CDM is designed to start developing countries off on a path towards less pollution, with industrialized countries paying for the reductions. Okay, so actually industrialized countries are earning credits by doing some developments in the undeveloped countries corresponding to equivalent of CO2, ton equivalent of CO2. It has two main goals. The main goals of the CDM are to assist countries without emission targets, that is developing countries, in achieving sustainable development. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന് എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കുക, ടെക്നോളജിക്കൽ അസിസ്റ്റൻസ് കൊടുത്തിട്ട് അവിടെ എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. സെക്കൻഡ് വൺ ഈസ് ഹെൽപ്പ് ദോസ് കൺട്രീസ് വിത്ത് എമിഷൻസ് റിഡക്ഷൻ ടാർഗറ്റ്സ് അണ്ടർ ക്യോട്ടോ in achieving compliance by allowing them to purchase offsets created by CDM projects. Help those countries with emission reduction targets under Kyoto, that is developed countries, in achieving compliance by allowing them to purchase offset created by the CDM projects. അതായത് ഇങ്ങനെയുള്ള കൺട്രീസിനെ ഹെൽപ്പ് ചെയ്യുക, ഡെവലപ്ഡ് കൺട്രീസ് എന്ത് ചെയ്യുക, ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് ഏൺ ചെയ്തിട്ട് അത് വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പർച്ചേസ് ചെയ്യാൻ പറ്റുക. ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഗോൾ. ദർ വർ ടു മെയിൻ കൺസേൺ അബൌട്ട് ദ CDM. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും പറയുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരാം. ദ മെയിൻ കൺസേൺ അബൌട്ട് ദ CDM വൺ വാസ് ഓവർ ദ അഡീഷണാലിറ്റി ഓഫ് ദ എമിഷൻ റിഡക്ഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ CDM. അപ്പോൾ ഈ എമിഷൻ ഫസ്റ്റ് കൺഫ്യൂഷൻ വരുന്നത് എന്തൊക്കെയാണ് ഇതിൽ കൊണ്ടുവരാൻ പറ്റുക, ഇതിൻ്റെ കീഴിൽ എന്തൊക്കെ ചെയ്താലാണ് കാർബൺ ക്രെഡിറ്റ് ഏൺ ചെയ്യാൻ പറ്റുക, ഏതൊക്കെ ഇതിൻ്റെ കീഴിൽ വരും. കാരണം ചിലത് എന്താണ് നമ്മൾ ഓൾറെഡി നമുക്ക് ഒഴിവാക്കിയതുണ്ട്, ചിലത് കാർബൺ ക്രെഡിറ്റിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി എല്ലാ ഡെവലപ്മെൻറ്റ് വർക്കും നമ്മൾ കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യുന്ന വർക്കിലേക്ക് കൺസിഡർ ചെയ്യില്ല, ചിലത് മാത്രമേ ചെയ്യൂ. നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞു, എന്താണ് സോളാർ പാനൽസ് വെച്ചുകൊണ്ട് ഇലക്ട്രിഫിക്കേഷൻ നടത്തുക, അതൊരു സംഭവമാണ്. പിന്നെന്താണ് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോയിലേഴ്സ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അത് വേറൊരു കാർബൺ ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാനുള്ള മെത്തേഡാണ്. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഈ ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസ് ചെയ്യുന്ന എല്ലാം ഈക്വലൻ്റ് ആയിട്ട് കാർബൺ ക്രെഡിറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ചിലത് മാത്രം, ചിലത് ഒമിഷൻസും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ പവർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഏതിലേക്ക് കൂട്ടില്ല, ഈ കാർബൺ ക്രെഡിറ്റ് ഏൺ ചെയ്യുന്നതിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഡീഫോറസ്റ്റേഷൻ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ നടത്തിക്കൊണ്ടുള്ള, അത് ഫോറസ്റ്റ് ഇല്ലാണ്ടാക്കിക്കൊണ്ടുള്ള ഡെവലപ്മെൻറ്റിന് എന്തിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യില്ല, ഈ കാർബൺ ക്രെഡിറ്റ് ഏൺ ചെയ്യാനുള്ള ഇതിലേക്ക് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ചില അഡീഷണാലിറ്റി ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ഇതിൽ പെടും ഏതൊക്കെ പെടില്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരുന്നു ഒന്നാമത്തെ. രണ്ടാമത് ദ അതർ വാസ് വെദർ ഇറ്റ് വുഡ് അലോ റിച്ച് നോർത്തേൺ കൺട്രീസ് ആൻഡ് ഇൻ പർട്ടിക്കുലർ കമ്പനീസ് ടു ഇമ്പോസ് പ്രോജക്ട്സ് ദാറ്റ് വർ കോൺട്രറി ടു ദ ഡെവലപ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഹോസ്റ്റ് കൺട്രീസ്. ഇപ്പോൾ പിന്നെ അടുത്ത കൺഫ്യൂഷൻ, സ്വാഭാവികമായിട്ട് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഡെവലപ്ഡ് കൺട്രീസാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും, അവരുടെ എയിം എന്താണോ അത് ഇവർ
ഇവർക്കൊരു ബാധ്യതയാവോ? ഇപ്പം അമേരിക്ക ഇന്ത്യയിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അമേരിക്കേൻ്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുക, അപ്പോൾ അത് ഇന്ത്യക്ക് ദോഷകരമായിട്ട് വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി എന്താ ചെയ്തിരിക്കുന്നത്, ശരിക്ക് ഈ കാർബൺ ക്രെഡിറ്റിൻ്റെ ഇപ്പം അമേരിക്ക വന്ന് ഇന്ത്യയിലൊരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് കൊണ്ട് ഇന്ത്യയുടെ സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇന്ത്യയാണ്. ഒരിക്കലും അമേരിക്കക്ക് ഡയറക്റ്റ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് അവിടെ സസ്റ്റൈനബിലിറ്റി ഉണ്ടായെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കാർബൺ ക്രെഡിറ്റ് ഏൺ ചെയ്യാൻ അവർക്ക് പറ്റില്ല. ആ സർട്ടിഫൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഹോസ്റ്റ് കൺട്രീസാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇത് പിന്നെ വന്നതാണ്. അപ്പോൾ ഈ രണ്ടായിരുന്നു മെയിൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നത്, എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ടു alleviate this concern, the CDM requires host countries to confirm that CDM projects contribute to their own സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. അത് ഹോസ്റ്റ് കൺട്രീസ് വേണം സർട്ടിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇവരെ പ്രോജക്റ്റ് കൊണ്ട് ഗുണമുണ്ടായി എന്നുള്ളത്. ഇൻ്റർനാഷണൽ റൂൾസ് ആൾസോ പ്രൊഹിബിറ്റ് ക്രെഡിറ്റ്സ് ഫോർ സം കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ്, നോട്ടബിളി ന്യൂക്ലിയർ പവർ ആൻഡ് ഡിഫോറസ്റ്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഇങ്ങനെ ഇല്ല, ന്യൂക്ലിയർ പവർ അങ്ങനെ അതുപോലെ ഡിഫോറസ്റ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്ത് കൊടുക്കുന്നില്ല, ഇൻ്റർനാഷണൽ റൂൾസ് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പെർമിറ്റ് ചെയ്യുന്നില്ല. To prevent industrialized countries from making unlimited use of CDM, the framework has provision that use of CDM be supplemented to the domestic action to reduce emissions. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, അപ്പോൾ ചില കൺട്രീസ് ഡെവലപ്ഡ് ആണ്, അവർക്ക് പൈസയുണ്ട്, അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് ഇക്വലൻ്റായിട്ട് എത്ര കാർബൺ ക്രെഡിറ്റ് വേണമെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, എത്ര വേണമെങ്കിലും പൊല്യൂഷൻ ഉണ്ടാക്കാമെന്നൊരു ചിന്താഗതിയിലേക്ക് വരും അല്ലേ. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും എന്താണ് ഡൊമസ്റ്റിക് ആക്ഷൻസ് ടു റെഡ്യൂസ് എമിഷൻ, അതിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എമിഷൻ കൺട്രോൾ കൊണ്ടുവന്നതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസത്തിൻ്റെ ടോട്ടൽ എയിം എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോഴുള്ള പൊല്യൂഷൻ ഇനി പൊല്യൂഷൻ കൂടാതിരിക്കുക. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അമേരിക്ക 1000 ഓൾറെഡി ഉണ്ടാക്കുന്നു, അപ്പോൾ അവർക്ക് 500 പെർമിറ്റ് ഇടും. അപ്പോൾ 500 200 മാത്രം ഉണ്ടാക്കുന്നവർക്ക് 2 കൺട്രിയിൽ നിന്ന് 300 അവർക്ക് കിട്ടുകയാണെങ്കിൽ എന്താ, അവർക്ക് 1100 വരെ അവർക്ക് ഉണ്ടാകും. കാരണം ഈ 3 കൺട്രീൻ്റെയും കൂടുമ്പോൾ അത്രയേ വരുന്നുള്ളൂ. ആക്ച്വലി 3 കൺട്രി 1500 വരെ എടുക്കുക, അമേരിക്കൻ്റെ 1000, ബാക്കി 2 200 200 400, അപ്പോൾ 1400 മാത്രമേ വരൂ. അപ്പോഴും 1500 100 കുറവാണ്. അപ്പോൾ ഇതാണ് ബേസിക് കൺസെപ്റ്റ്. ടോട്ടൽ പൊല്യൂഷൻ എന്താ കൂടാണ്ട് നോക്കുക. അപ്പോൾ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് നല്ലോണം പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്കത് കൺട്രോൾ ചെയ്യൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ പ്രോജക്ട്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് അവിടെ പൊല്യൂഷൻ ഇല്ലാണ്ട് നോക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്രയാണോ ക്രെഡിറ്റ് ഏൺ ചെയ്യുന്നത് അത്രയും എക്സ്ട്രാ ക്രെഡിറ്റ്, ആ കിട്ടിയ ക്രെഡിറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പൊല്യൂഷൻ ഇവരുടെ അധികം ഉണ്ടായാലും അതിന് വലിയ ഇഷ്യൂസ് ഇല്ല. അങ്ങനെ വരുന്നില്ലെങ്കിൽ, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഓൾറെഡി വലിയ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കൺട്രീസ് വലിയ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ദ ബേസിക് കൺസെപ്റ്റ്. സോറി, സോ അത്രയാണ് ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസത്തിനെ കുറിച്ച് പറയാനുള്ളത്. സോ ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടോപ്പിക്. ദിസ് ഇസ് ആക്ച്വലി ക്ലീൻ ഡെവലപ്മെൻറ്റ് പ്രൊജക്ട് സൈക്കിൾ, ഹൗ ഇറ്റ് ഈസ് വർക്കിംഗ്. ഇതൊന്നും സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ നിങ്ങളൊന്ന് താല്പര്യമുള്ളവരൊന്ന് നോക്കുക. കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, സിലബസ് പുതിയതാണ്. അപ്പോൾ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ പ്ലീസ് ഗോ ത്രൂ ദിസ് വൺ. ദ പ്രൊജക്റ്റിൻ്റെ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവയർനെസ് ക്രിയേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, പ്രൊജക്ട് ഡിസൈൻ, പ്രൊജക്ട് ഡോക്യുമെൻറ്റേഷൻ, വാലിഡേഷൻ, സർട്ടിഫിക്കേഷൻ, രജിസ്ട്രേഷൻ, ഇംപ്ലിമെൻറ്റേഷൻ, മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ്, വെരിഫിക്കേഷൻ. ലാസ്റ്റ് ഫൈനലി സർട്ടിഫിക്കേഷൻ ലാസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഈ മോണിറ്ററിംഗ്, റിപ്പോർട്ടിംഗ്, വെരിഫിക്കേഷനൊക്കെ ഹോസ്റ്റ് കൺട്രീസാണ്, സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് ഹോസ്റ്റ് കൺട്രീസാണ്. അതുപോലെ എവിടെയൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സ്ലൈഡിൽ തന്നെ. ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യും, ഒന്ന് സ്ലൈഡിൽ നോക്കുക. താല്പര്യമുള്ളവർ ഈ ലാസ്റ്റ് 2 സ്ലൈഡ് നോക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതൊരു എക്സാമിന് വരാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം എന്താണ്, എന്തൊക്കെയാണ് അത് എന്നുള്ളതൊക്കെ ചോദിക്കും. പക്ഷേ ഈ ഒരു വേർ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന സാധ്യത കുറവാണെന്ന് തോന്നുന്നു. എനിവേ പ്ലീസ് ഗോ ത്രൂ ദ സ്ലൈഡ്. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് മോഡൽ. ഫസ്റ്റ് മോഡലിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. വിത്ത് ദിസ് ഫസ്റ്റ് മോഡൽ ഇസ് ഓവർ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇതേ സബ്ജക്റ്റ് മുന്നത്തെ സിലബസിലുണ്ടായിരുന്നു, 2015 സ്കീമിലുണ്ടായിരുന്നു. പക്ഷെ അവരെ പാറ്റേണും നിങ്ങളെ പാറ്റേണും എൻ്റെയിൽ ഡിഫറൻ്റ് ആണ്. അവർക്ക് വെച്ചാൽ ഓരോ മൊഡ്യൂളിൽ നിന്നും ഒരു പാരഗ്രാഫ് പോലെ തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തെടുത്തക്ക രീതിയിലാണ്. അതുകൊണ്ട് എല്ലാവരും ഓൾമോസ്റ്റ് പാസ് ആവാറുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളത് ആ പാറ്റേൺ മാറി. ഇപ്പോൾ നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 7 മാർക്കിൻ്റെയോ അല്ലെങ്കിൽ ഒറ്റയടിക്ക് 10 മാർക്കിൻ്റെയോ ഒക്കെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. എല്ലാം ടോപ്പിക് റിലേറ്റഡ് തന്നെ ആയിരിക്കും. ടോപ്പിക്കിൽ നിന്ന് ഡയറക്റ്റ് എഴുതേണ്ട, തിയറി ആയിട്ട് എഴുതേണ്ട സബ്ജക്റ്റാണ്. അപ്പോൾ അതിനനുസരിച്ച് ഈ എടുത്ത എല്ലാ ടോപ്പിക്സും നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. പണ്ടുള്ളവർ ചിലപ്പോൾ പറയും, മുന്നത്തെ സീനിയേഴ്സൊക്കെ പറയും ഈസിയാണ്, പഠിച്ചില്ലെങ്കിലും പാസ്സാവും. പക്ഷേ അങ്ങനെയല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, so this presentation is little bit lengthy. There is no other option. The last portion ആണ് അതുകൊണ്ട്. So anyway, all the best for the first module. Study well. In the next presentation we will start with the second module. Okay, thank you.